രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744 06785. രാമായണം പണ്ട് നടന്ന ഒരു കഥ മാത്രമല്ല, അതിന് ദാർശനികവും ആത്മീയവുമായ പ്രാധാന്യവും ആഴത്തിലുള്ള സത്യവുമുണ്ട്. യഥാർത്ഥത്തിൽ രാമായണം നടക്കുന്നത് നാം ഓരോരുത്തരുടെയും ശരീരത്തിലാണ്. ശ്രീരാമനെ നാം ഏത് വീക്ഷണകോണിൽ നിന്ന് കാണുന്നുവോ ആ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തും. ദൈവമായി കാണുമ്പോൾ അനുഗ്രഹവും, മര്യാദാ പുരുഷനായി കാണുമ്പോൾ ധർമ്മവും, അധർമ്മ ശിക്ഷകനായി കാണുമ്പോൾ പാപത്തിൽ നിന്നുള്ള മോചനവും നമ്മൾക്ക് കരസ്ഥമാക്കുകയും ചെയ്യും. പുണ്യപുരാണമായ രാമായണത്തെ ഏത് രീതിയിൽ നമ്മൾ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. പുണ്യങ്ങളാൽ സമ്പുഷ്ടമായ രാമായണം ഇന്ന് നമുക്ക് പാരായണം ചെയ്യുന്നത് പന്നിമറ്റം സ്വദേശിനി കിഴക്കേക്കര ലീല ശശിധരനാണ്. പാരായണ ഭാഗം വ്യാഖ്യാനം നൽകുന്നത് സ്വാമി അയ്യപ്പദാസൻ. രാമായണ മാസം ആരംഭിച്ചിട്ട് 13 ദിവസം പൂർത്തിയായി. 14ാമത് ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 14ാമത് ദിവസം ആരംഭിക്കുന്നത് പുതിയ കാണ്ഡത്തിലാണ്. എന്ന് പറഞ്ഞാൽ 4ാമത് കാണ്ഡം ആരംഭിക്കുകയാണ്, കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡത്തിൽ ഇന്നത്തെ നമ്മുടെ പാരായണ ഭാഗങ്ങൾ ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലി സുഗ്രീവ കലഹകഥ. ഈ 3 ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണാർത്ഥം ഋഷ്യമൂകാചലത്തിനടുത്തേക്ക് എത്തിച്ചേർന്നു. ഋഷ്യമൂകാചലത്തിന് മുകളിൽ സുഗ്രീവനും 4 മന്ത്രിമാരും ഇരിക്കുകയാണ്. അരോഗദൃഢഗാത്രരായ അസാമാന്യ തേജസ്വികളായ 2 യുവാക്കൾ ഋഷ്യമൂകാചലത്തിലേക്ക് എത്തുന്നത് കണ്ട് സുഗ്രീവൻ തന്നെ വധിക്കുന്നതിനു വേണ്ടി ബാലി അയച്ചിട്ടുള്ളവരാണവർ എന്ന് തെറ്റിദ്ധരിക്കുകയും സജീവനായ മാരുതിയോട് ബ്രാഹ്മണ വേഷത്തിൽ നീയൊന്ന് താഴെ പോയി ഇവരാരാണ് എന്ന് കൃത്യമായി അന്വേഷിച്ച്, ബന്ധുക്കളാണെങ്കിൽ മുഖഭാവം കൊണ്ട് തനിക്ക് സംജ്ഞ തരാനും, ശത്രുക്കളാണെങ്കിൽ ആ രീതിയിൽ തന്നെ അറിയിക്കാനും ആവശ്യപ്പെട്ടു. അതനുസരിച്ചിട്ട് ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള ഹനുമാൻ സമീപത്തെത്തി ആരാണ് എന്നന്വേഷിക്കുന്നു. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണാർത്ഥം ഋഷ്യമൂകാചലത്തിനടുത്തേക്ക് എത്തിച്ചേർന്നു. ഭയപരവശനായ സുഗ്രീവൻ ഹനുമാനോട് ഈ വരുന്നവർ ആരാണെന്നറിയാൻ നിയോഗിച്ചു. ബ്രാഹ്മണ വേഷധാരിയായ ഹനുമാൻ ശ്രീരാമ സന്നിധിയിലെത്തി ആരെന്നും ആഗമനോദ്ദേശം എന്തെന്നും വ്യക്തമായി അന്വേഷിച്ചു. രാമൻ തങ്ങളുടെ വൃത്താന്തം കൃത്യമായി പരിചയപ്പെടുത്തി. സുഗ്രീവ സന്നിധിയിലേക്ക് രാമലക്ഷ്മണന്മാരെ തൻ്റെ ഇരുതോളിലും ഇരുത്തി വാതാത്മജൻ എത്തിച്ചു. സൂര്യവംശതിലകമായ രാമനും സൂര്യപുത്രനായിട്ടുള്ള ബാലിയും ഇരുവരുടെയും വിഷയങ്ങളിൽ പരസ്പരം സഹായിക്കാമെന്നുള്ള ഉടമ്പടി അംഗീകരിച്ചു. ബാലിയെ വധിക്കുക എന്ന കൃത്യം രാമനും സീതാന്വേഷണം എന്ന കൃത്യം സുഗ്രീവനും പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. മയപുത്രനായ മായാവി
യുദ്ധസന്നദ്ധനായി എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദിവസം കിഷ്കിന്ധ്യയിലും അവനെത്തി. ബാലിയെ യുദ്ധത്തിന് ക്ഷണിച്ചു. ബാലി യുദ്ധസന്നദ്ധനായി എത്തി. പരാജയം ഏറ്റുവാങ്ങിയ അസുരൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. കൂടെ ബാലിയും. കയറുന്നതിന് മുൻപ് സുഗ്രീവനോട് പറഞ്ഞു, നീ ഇവിടെ കാവൽ നിൽക്കുക. ഗുഹാദ്വാരത്തിലൂടെ രക്തം വന്നാൽ ഞാൻ മരിച്ചുവെന്നും പാലാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചു എന്നും കരുതുക. രക്തം വന്നാൽ കല്ലുകൾ നിരത്തി ഗുഹാദ്വാരം അടച്ച് നീ പോയി രാജ്യഭാരം ഏറ്റുകൊള്ളുക. മായാവി എന്ന അസുരൻ ബാലിയാൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഗുഹാദ്വാരത്തിലൂടെ രക്തം തൻ്റെ മായാശക്തിയാൽ ഒഴുക്കി. ഇത് കണ്ട സുഗ്രീവൻ ബാലി മരിച്ചു എന്ന് ധരിച്ച് ഗുഹാദ്വാരം അടച്ച് രാജ്യഭാരം ഏറ്റു. ബാലി മടങ്ങി വന്നപ്പോൾ കണ്ടത് ഗുഹാദ്വാരം അടച്ചിരിക്കുന്നതാണ്. സുഗ്രീവൻ ബോധപൂർവം ചെയ്തതാണിത് എന്ന് വിശ്വസിച്ച ബാലി സുഗ്രീവനെ വധിക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ കൊടിയ യുദ്ധം നടന്നു. പരാജിതനായ സുഗ്രീവൻ എല്ലാം നഷ്ടമായി. അർദ്ധരാജ്യാവകാശം, ഭാര്യ രൂമ, എല്ലാം ജീവരക്ഷാർത്ഥം ഋഷ്യമൂകാചലത്തിൽ എത്തി ഇപ്പോൾ വസിക്കുന്നു. ബാലി നേടിയിട്ടുള്ള വരപ്രകാരം തന്നെ എതിർക്കാൻ ആരെത്തിയാലും ആ എതിർക്കാൻ വരുന്നവരുടെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ദുന്ദുഭിയുടെ ശിരസ്സാണ് ഈ കിടക്കുന്നത്. സപ്തസാലങ്ങളിൽ ബാലി പിടിച്ചു കുലുക്കുന്ന വൃക്ഷങ്ങളാണ് ഈ നിൽക്കുന്നത്. ദുന്ദുഭിയുടെ ശിരസ് രാമൻ കാൽവിരൽ കൊണ്ട് എടുത്ത് ദൂരെ എറിഞ്ഞു. സപ്തസാലങ്ങൾ ഒരമ്പെയ്തനാൽ മുറിച്ചു. അമാനുഷികമായ ഈ പ്രവൃത്തികൾ കണ്ട് സുഗ്രീവന് രാമനിലുള്ള വിശ്വാസം വർദ്ധിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നാൾ. ശാരിക പൈതലെ ചാരുശീലേ വരി ആരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവാനെങ്കിലാനങ്കരി ശങ്കരൻ വല്ലഭനോടരുൾ ചെയ്തു പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥനു കൗസല്യാതനയ വരാജൻ തന്നോടും പമ്പാസരസ്തുടം ലോകമനോഹരം സംപ്രഖ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ. ക്രോശമത്രം വിശാലം വിഷാദമൃതം കോശനാദാനം ജന്തു പൂർണ്ണസ്ഥലം പുൽപുല പത്മൽഹാര കമോദ നീലോൽകല മണ്ഡിതം സ്കാരമണ്ഡിവം ടെൻപദ കോകിലം കുക്കുട കോയിതി സർപ്പസിംഹാവ്രജസ്വര സേവിതം പുഷ്പലത പരിവേഷ്ടിത പാദ സൽപാദ സേവിതം സന്തുഷ്ടജ അതുകം. കണ്ടു കൗതൂഹല പൂണ്ടു തീർണങ്കുടി തിണ്ടാലു തീർത്തു മന്ദം നടന്നിടിനാൽ. കാലേ വസന്തേ ശുശീതലേ ശൂതലേ ശോകരപാല ബലമാരിരുവരും ഋഷിമുഖാശ്രിവ ശ്വാസ്തലേ സന്തതം വിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരാഗം പൊറിഞ്ഞു കരഞ്ഞയും ശൂതായുധാതി മുഴുത്തു പറയുകയും ആദി കലർന്നു നടന്നടുക്കും വിധേ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോളും കുതിച്ചാഞ്ഞോ തുംഗാമായ ശൈലഗ്രമീറിച്ചിടിനാൻ. മാരുതിയോടു പയേന ചൊല്ലിടിനാൻ ആരി വരുന്ന ഇരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന
തീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലെന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നതും ചാബാണ ശിരസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടുവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാഭംഗം കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കൾ അങ്കീലതെങ്കിൽ നിന്നുടെ വസ്ത്രപ്രസാദ മന്ദോസ്തര സംജയ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാര്യ വേഷമാരംഭ്യ സാദരം അജ്ഞാസ ചെന്നു നമസ്കരിച്ചിടിന അജ്ഞാപുത്രനും പൃഥുവൃതാഭുജം. പഞ്ചവിലോചനന്മാരായ മാനവൻ കുഞ്ചരന്മാരോടടുത്തു വിനീതനായി അങ്കജൻ തന്നെ ജ്വലിച്ചിരു കാന്തി കൊണ്ടങ്ങനെ കാണായ നിങ്ങളരുവരും ആരെന്നറിയില്ല ഗ്രഹമുണ്ടിതു നേരെ പറയണമെന്നോട് സാദരം. ദിക്കുകളാത്മവാ സൈഫ ശോഭിക്കൂ മർക്കനീ ശങ്കരമാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃപുതന്മാർ ഭവന്മാരെ നാലോക്യ ചേതസീഫാ ദൈവമേ വിശ്വകവീരന്മാരായ യുവാക്കളെ വിശ്വനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വകാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരീം ഈശ്വരന്മാർ നിങ്ങൾ മാനുഷകാരണ സഞ്ചരിക്കുന്നതും ലീലയാ പ്രാപാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തന മഹീതലേ വന്നു രാജ്യന്യവേഷണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുഹന്മാർ കാത്തും ജഗൽസ്ഥിതി സംസാര സംഘങ്ങ രുദ്യാവലീല നിത്യം സ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെ ഉൾത്താരിലെന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യേ സഖേ വിഡൂരൂപണം ലക്ഷ്മണ നിഷ്ഠേഷ ശബ്ദശാസ്ത്രമനേന സുതം ഇല്ലൊരാഭാര ശബ്ദമങ്ങുമേ മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരജ്യേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂപിപാലേന്ദ്രനായ നിവന്മമാം സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാമിനി എന്നുടെ പാമിനി കൂടവേ താത നിയോഗേന കാനന സീമനി യാതമാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരുണ്യം വസിക്കുന്ന നാളിത് ചണ്ടനാരോ ഒരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൽ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടിലവളൊരിടത്തു മന്യഹ കണ്ടുകിട്ടി നിന്നെ നീയോരട സഹേ ചെല്ലുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൽ കൂപ്പി തൊഴുതു സുഹൂലതാൽ. സുഗ്രീവനാകിയ വാനരൻ പർവ്വതദ്രേ വസിക്കുന്നതിത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ നഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയോ അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതർക്കാത്മജൻ ഞാനവൻ തന്നെ കൃത്യനായൊരു വാനരൻ വായുധനേയൻ മഹാമതേ. നാമധേയം ഹനുമാനാജ്ഞനാത്മജ നാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സൗഖ്യം ഭവാനുണ്ടെങ്കിൽ വേല ചെയ്യുവാമതീനാവോളമാശു ഞാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളു കുർത്താപമെല്ലാം അകലും ദയാനിധേ.
എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമാറിലമ്മാറുമാരുതി. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവസൈന്യം കൊണ്ടു ചെന്നിടിനാൻ മഗ്രം കളകനി ഭാസ്കര നന്ദനാം. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശമുക്തന്മാരായ രാമനും ലക്ഷ്മണനാകോ മനുജനും കാമധാരാർത്ഥമേ ഇവിടെ എഴുന്നള്ളി. സുഗ്രീവനോടി വണ്ണം പറഞ്ഞ് ദൃശ്വാഗ്രഹേ മഹാചരുച്ഛായതലേ തഥാം. വിശ്വക നായകന്മാരാം കുമാരന്മാർ വിശ്രുത നിങ്ങൾ അരുളിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടാത്മജനോടു ചൊല്ലിടിനാൻ. ഭീതികളക നീ മിത്രഗോത്രമന്നു ജാതന്മാരായൊരു യോഗീശ്വരമരി. സ്വാഗവാദ പ്രിയനായി വസിക്കുക പ്രീതനായൊരു സുഗ്രീവനും അന്നേരം മാതരപൂർവം ഉദയ സംഭ്രമം. വിശിഷ്ടനാഥ തിരുന്നിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടനതു നേരം മുഷ്ടന മാരുതി ലക്ഷ്മണനുമോടി. തീരനാമാദിത്യനന്ദനൻ മോദന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. ശത്രുവിനാശത്തി നടിയനൊരു മിത്രമായി വേലയും താവജ്ഞവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരു താദികളെ കയറ്റുവാൻ നിർണയം. രാവണൻ തന്നെ സസ്കുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ അവരവസ്ഥ കണ്ടേനൊരു നാളും മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായ ചലന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്പനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കണ്ടുപോയെന്നൊരു രക്ഷോവരനതു നേര മസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനമായി. രാമരാമേതി മുറയിടുന്നോൾത്തവ ഭാവിനി തന്നെയവേളെന്നതേ വരൂ. ഞാനതു കണ്ടിടങ്ങെടുത്തു സൂക്ഷിച്ചു ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവ വീര ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞു തൊഴുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൽ. അർജുന നേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. നാദേ നളിനദളായ തലോചനെ രോദനം ചെയ്തു. പ്രകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൽ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിക്കയായി കേതുമേ രാവണൻ തന്നെയും മർക്കടജ്യേഷ്ഠ മഹോയേന വൈകാതെ നിഗ്രഹിച്ചംബുജ നേത്രയാം ദേവിയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ വിഗ്രഹയായി ഹേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവാൻ ദേവിയെ കൈകൊള്ളുക ധൈര്യം ധരിത്രവ ദേവി പോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖമോടൊട്ടു ചുരുക്കി മരുവിനാൽ മർക്കട ജ്യേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുദ്ധമായി ലജ്ഞയും പാർത്തു ചെയ്യിപ്പിച്ചു സൗഖ്യവും. സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സൗഖ്യവും ചെയ്തു പരസ്പരം കാര്യവും. പണ്ടു മായാവി എന്നൊരസുരേശ്വരനുണ്ടായതു മായ തന്നെ പുത്രനായി കിഷ്കണ്ഠയാം പുരിക്കു വിളിച്ചതു മസ്കത ഈശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു തടിച്ചതു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൽ. വാനരജ്യേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതു കണ്ടു ചെന്നതു പിന്നാലെ. ഞാനീതിൻ ബുക്കവൻ തന്നെയൊടുക്കുവാൻ
ന്യൂനം വിലാദ്വാരി നിൽക്കേ നീ നിർഭയം. ശിരം വരികിലാസുരൻ മരിച്ചിടും, ചോര വരികിലടച്ചു പോയി വാഴുക നീ. ഇത്തം പറഞ്ഞതിൽ ബുക്കിതു ബാലിയും, തത്ര വിലാദ്വാരി നിന്നോനടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും മാഗധനായതുമില്ല കവീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചെന്നുറച്ചു താനും തഥാ. ദുഃഖമുൾക്കണ്ടു ഷിഷ്കണ്ഠ ബുക്കേടിനാൽ മർക്കട വീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായി അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നതു കാലം കുറഞ്ഞുന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാര അമടച്ചതും കൊല്ലുവാനെന്നതോർത്തു കോപിച്ചു ബാലിയും. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ദൃശ്യമുഖാചലെ വന്നിരുന്നിടിനാൻ. വിശ്വമോടു ഞാൻ വിശ്വനാഥ വിഭോ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ. ശത്രുവിനെ കൊന്നു ഭക്തീൻ രാജ്യവും വിത്തവുമെല്ലാം അടക്കി തരുവാൻ ഞാൻ. സത്യമിതു രാമാഭിഷേകം കേവലം. മാനവേന്ദ്രസ്തകൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ. സ്വർഗലോകനാഥ ജനാകിയ ബാലിയെ കൊല്ലുമാവനേറ്റവും പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചെല്ലുവാൻ ബാലിതൻ ബഹുകാർ പരാക്രമം. ദുന്ദുഭീനാകും മഹാസുരൻ വന്നു കിഷ്കിണ്ഡാപുരിധ്വരി മഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തെ തുത്തനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മൃഗം പതിപ്പിച്ചു ഭൂമിയിൽ പങ്കം വരുത്തി ചവിട്ടി പറിച്ചുടൻ. ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലാപുരി പുക മധ്യക ഗൗരവാൽ എന്നോ ശപിച്ചതു കേട്ടു കവീന്ദ്രനും. വന്നു തുടങ്ങി ഇവിടെ വരുകയിലാം. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. പുദ്ദുവി തൻ്റെ തല ഇതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്ന് തൊട്ടു തെറിഞ്ഞിടുന്ന ശക്തനും കൊന്നുകൂടും കവി വീരനെ നിർണയം. എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ. നിന്നുടെ തൃക്കാൽ പെരുപെരുക്കൊണ്ടതും തന്നെ എടുത്തു മേലോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു 10 യോജന പര്യന്തം. എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കജാത്മജൻ പറഞ്ഞിടിനാൻ. മന്നവ സപ്തസ്ഥലങ്ങളിലവയല്ലോ ബാലിക്കു മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ 7 വൃക്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പാത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വിസ്തൃതനായൊരു ഭാനുതനേയനും സസ്പദം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിപദൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലദയം കാൺമാനും എനിക്കു യോഗം വന്നു. ജന്മമരണ നിവർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷദനായ ഭവാനെ ലഭിക്കയിൽ മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ. വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം സ്വൽപാദ ഭക്തി കൊണ്ട് നീയേ. സ്വൽപാദ പത്മാവിലോകനം കേവലം മിപ്പോളകപ്പെട്ടതും ത്വൽകൃതബലം. ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടില മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. സൽപദ പത്മാവിലോകനം കൊണ്ടിനി
ഉൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമല്ല തവ ഭക്തിയമായ പ്രഭാവം ജഗൽപദേ തൽപാദ പങ്കജത്തിലുറയ്ക്കണ എപ്പോഴും ഉൽക്കാമ്പനിക്കൂ രാമ അപദേ കർണങ്ങൾ കൊണ്ടു കേൾക്കൈ വരേണം സദാ നിന്നുടെ ചാരുചരിതം തരേപദേ മായയാ തത്ര മോഹിപ്പിച്ചത നേരം കാരുണ്യസിദ്ധിക്കു കാരുണ ജലനിധി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാൻ രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നാൾ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744406785.